ഇന്നലെ രാത്രിയാണ് നാടിനെ നടുക്കിയ സംഭവം ഉണ്ടായത്. പോലീസിന് പ്രതികളെ കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ ലഭിച്ചു എന്നാണ് പറയുന്നത്. പ്രതികളുടെ ദൃശ്യങ്ങൾ അടുത്തുള്ള എന്റെ ചായക്കട ചേട്ടൻ വേറെ ചാനൽ വെക്ക്, എനിക്ക് ന്യൂസ് കാണണ്ട. അന്വേഷണം ഊർജിതമാക്കാനുള്ള നടപടികൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇതെന്തായി കാണിച്ചത്? ഇത് കേൾക്കുമ്പോ റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾ മുഴുവൻ എന്റെ ചെവിയിലോട്ട് കയറി ഹോൺ അടിക്കുന്ന പോലെ ഉണ്ട്. ഒന്ന് നിർത്തുന്നുണ്ടോ? പൊളിച്ചെടുത്തല്ലോ. ഇതിനെയാണോ നിർത്താൻ പറയുന്നത്? കയ്യില് ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ ഇതിനേക്കാൾ വേറെ വല്ല നല്ല കാര്യമുണ്ടോ? ലക്ഷക്കണക്കിന് പൈസ കിട്ടുന്ന കാര്യമാണെന്നോ? അതെങ്ങനെ? ഒരു റോക്ക് ബാൻഡ് തുടങ്ങണം, പലയിടത്തും ഷോസ് നടത്തണം, ലക്ഷങ്ങൾ ഉണ്ടാക്കണം. റോക്ക് ബാൻഡെങ്ങാനും നന്നായില്ലെങ്കിൽ ആൾക്കാരുടെ ചെരുപ്പും ചീഞ്ഞമുട്ടിയും തക്കാളിയും വാങ്ങിക്കൂട്ടേണ്ടി വരും. പക്ഷെ റോക്ക് ബാൻഡ് നന്നാവില്ലെന്ന് ആര് പറഞ്ഞു? അല്ലെങ്കിലും ലക്ഷങ്ങൾ കൊയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാ. ഗസീറ്റാറാം, എന്തുകൊണ്ട് നമുക്കൊരു റോക്ക് ബാൻഡ് തുടങ്ങിക്കൂടാ? അതെ, റോക്ക് ബാൻഡ് തുടങ്ങുന്നതിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ടല്ലോ. ഞാൻ ഡോക്ടർ ജഡ്കാനെ ഇപ്പൊ വിളിച്ചോണ്ട് വരാം. വരൂ, നമുക്ക് ഇപ്പൊ തന്നെ തുടങ്ങിയേക്കാം. ഇത് സി ഷാർപ്പ്, ഇത് സി മേജർ. ഓക്കെ, ഇപ്പൊ ഞാൻ 1 2 3 എണ്ണും. അപ്പൊ നമുക്ക് തുടങ്ങണം. ഒരു മിനിറ്റ്. പൊളിച്ചടുത്തല്ലോ. നിനക്കെന്താ നമ്മുടെ കഴിവിൽ ഒട്ടും വിശ്വാസമില്ലേ? എനിക്ക് നമ്മുടെ ടാലന്റിനേക്കാളും നാട്ടുകാരുടെ ടാലന്റിനെയാണ് വിശ്വാസം. 1 2 3 സ്റ്റാർട്ട്. ഇപ്പൊ കാണിച്ചു തരാം. ജനങ്ങൾ വന്ന് തുടങ്ങി. ഇനി വേറെ ആർക്കെങ്കിലും ഹെൽമെറ്റ് വേണോ? എന്തൊക്കെയാ നിങ്ങൾ ഈ കാണിക്കുന്നേ? മനുഷ്യന്റെ തല പൊളിയുന്നു, കണ്ണാടിയും പൊട്ടിത്തകരുമല്ലോ. നിങ്ങളെ തന്നെ പൊട്ടിക്കേണ്ട സമയമായി. ഇനിയും ഇതുപോലെ ബഹളം ഉണ്ടാക്കോ? എന്തൊരു ഏകാന്തതയാണ് ഇവിടെ. കുറച്ച് സമയത്തിനുള്ളിൽ അത് മാറിക്കോളും. പത്ലു, എന്റെ ചങ്ക, എന്റെ ബ്രോ, ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കാൻ പാടില്ല. നമ്മളെ ഇവിടുന്ന് പ്രാക്ടീസ് ചെയ്യുന്നതിൽ ആർക്കും തടയാനാവില്ല. ഓക്കേ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഒരു മിനിറ്റ്. ഓ, ഈ പത്ലു എത്ര പറഞ്ഞാലും കേൾക്കില്ല. ഓക്കേ, ലെറ്റ്സ് സ്റ്റാർട്ട്. 1 2 3. ഹെൽമെറ്റ് വേറെ വല്ലോ ഇരിപ്പുണ്ടോ? എനിക്കും വേണം ഒരു ഹെൽമെറ്റ്. കൊടുച്ചെടുത്തല്ലോ. ആ ഹെൽമെറ്റ് അടിക്കുന്നു തന്നെ. ഇന്ന് അവരുടെ ആദ്യത്തെ പെർഫോമൻസ് ആണ് നടക്കാൻ പോകുന്നത്. തത്സമയം സംപ്രേഷണം ചെയ്യുന്നു നമ്മുടെ ചാനൽ മാത്രം. എന്റെ അമ്മോ, എന്തൊരു തിരക്കാണ്! മോട്ടു പത്ലു ശരിക്കും ഒരു സ്റ്റാർ ആയിരിക്കുന്നു.
ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഫുർഫുറി നഗരത്തിന്റെ ഹീറോ ആയ മോട്ടുവും പത്ലുവിന്റെ റോക്ക് ബാൻഡിന്റെ ആദ്യത്തെ ലൈവ് പെർഫോമൻസ് ആണ്. തത്സമയം കാണൂ ഞങ്ങളുടെ ന്യൂസ് ചാനലിൽ മാത്രം. ക്യാമറമാൻ വികാസ് കുമാറിനൊപ്പം ഷജിൻ ചേരുന്നു ഫുർഫുറി നഗറിൽ നിന്നും തത്സമയം. ജനങ്ങൾ മുഴുവൻ വൺസ് മോർ എന്നല്ലേ പറയുന്നത്. കണ്ടില്ലേ ഇവരൊക്കെ എത്ര സന്തോഷത്തോടെയാണ് നമ്മുടെ ഈ റോക്ക് പെർഫോമൻസിനെ ആസ്വദിക്കുന്നതെന്ന്. എന്തായാലും ഞാൻ അവർക്കിടയിൽ ചെന്ന് ഒരു റോക്ക് സ്റ്റാർ പെർഫോമൻസ് നടത്തിയിട്ട് വന്നേക്കാം. ഓക്കേ, നോട്ട് ഓക്കേ, ഇവിടെ നിക്ക്. ചിങ്കം സാറേ, ഈ ബാൻഡ് വാദ്യം ഒന്ന് നിർത്താൻ പറ. ഫുർഫുറി നഗറിലെ എല്ലാ കണ്ണാടിയും പൊട്ടിക്കഴിഞ്ഞു. എന്റെ അമ്മോ, എനിക്കിതിനെ തടയാൻ പറ്റില്ല. ഇവന്മാര് പെർമിഷൻ വാങ്ങിയിട്ടാണ് ഈ പ്രോഗ്രാം നടത്തുന്നത്. അതെ ജോൺ ദ ഡോൺ, ഈ ബഹളം ഒന്ന് നിർത്തി തന്നാലേ ഞാൻ 10 ദിവസത്തേക്ക് ഫ്രീ ആയിട്ട് സമോസ തരാം. ഇനി പറ, നിങ്ങൾ എന്താ പറഞ്ഞെന്ന്? നിങ്ങൾ ഈ പ്രോഗ്രാം ഒന്ന് നിർത്തി തരണം, അത്രേ ഉള്ളൂ. ഞങ്ങൾ ചോദിക്കുന്ന കാശ് തരാതെ 1000, 2000, 3000, 4000, 10000 എത്ര വേണമെങ്കിലും തരാം. ഇപ്പോഴെങ്കിലും നിങ്ങൾ എന്റെ വഴിക്ക് വന്നില്ലേ? ഈ ജോൺ ദ ഡോൺ ആ പാട്ട് നിർത്തി കാണിക്കാം. 10000 രൂപ അഡ്വാൻസ് എടുക്ക്. കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിത അല്ലേ നമ്പർ 2. ചിങ്കം സാർ, ആ ജോൺ ദ ഡോൺ ഞങ്ങളുടെ എല്ലാ ഇൻസ്ട്രുമെന്റ്സും അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നു. വേഗം എന്തെങ്കിലും ചെയ്യൂ. അത് കലക്കി. ആദ്യമായിട്ടാണ് ആ ജോൺ ഒരു നല്ല കാര്യം ചെയ്തിരിക്കുന്നത്. ഞാൻ മാത്രല്ല, ഫുർഫുറി നഗരത്തിലെ എല്ലാ ജനങ്ങളും അവരോടൊപ്പം ഉണ്ട്. ഡോക്ടർ ജഡ്ക, എന്തെങ്കിലും ഒന്ന് വേഗം ചെയ്യേ, വേഗം. 1 മിനിറ്റ്, ഇപ്പൊ വരാം. വോട്ടു പത്ലു, നിങ്ങൾ ഇത് കയറിയിരുന്ന് ഈ കമ്പിയെ പിടിച്ചോണ്ടിരിക്കുക. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? കള്ളന്മാരെയാണ് കെട്ടിയിടേണ്ടത്, ഞങ്ങളെ അല്ല. ഭാരതയാത്രയ്ക്ക് വിട്ടതാണോ? ജോണ് കണ്ടില്ല, രക്ഷപ്പെട്ടു. എന്റെ ചങ്കെ, എന്റെ ബ്രോ, നീ ഇങ്ങനെയൊന്നും ദേഷ്യപ്പെടരുത്. പുതിയ മിഷൻ പ്രവർത്തിപ്പിക്കാൻ ഞാൻ മറന്നുപോയി. നിങ്ങൾ ഒന്നുകൂടെ അതിൽ കയറ്. തിരിച്ചു വരുമ്പോ നമുക്ക് ജോണിനെ പിടിക്കാം. ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടെ ഇതുപോലെ കറങ്ങാൻ താല്പര്യമില്ല. ഇത്തവണ നിങ്ങൾ പറക്കാനാ പോകുന്നത്. വെറുതെ ടെൻഷൻ അടിക്കണ്ട കേട്ടോ. വോട്ടും പത്ലുമാണ് ബോസ്. അവരൊരിക്കലും തോൽവി സമ്മതിക്കില്ല. ഈ ജോൺ ഒരിക്കലും തോറ്റു പിന്മാറിയ ചരിത്രമേ ഇല്ല. ഇപ്പൊ കാണിച്ചു തരാം. നിങ്ങൾ വന്നത് ശരി, ഇനി ഇവിടുന്ന് തിരിച്ചു പോവില്ല. ഇതിനകത്ത് കിടന്ന ഉണ്ടകൾ എവിടെയാണേ? ബോസ്, അന്ന് കുറച്ചു നാളത്തേക്ക് അസുഖമായിട്ട് കിടന്നില്ലേ? അപ്പൊ ഡോക്ടർ പറഞ്ഞിരുന്നു രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം ഒക്കെ ശരിയായിട്ട് മരുന്ന് കഴിക്കണമെന്ന്. എന്താ വയ്യാതെ കിടന്ന് അന്ന് നീ എനിക്കെതിരെ വെടിയുണ്ടയാണോ തിന്നാൻ തന്നത്? എന്തൊരു മഹാപാപാടാ നീ എന്നോട് കാണിച്ചത്. അതെ ബോസ്, വെടിയുണ്ട വാങ്ങാൻ കാശ് തന്നില്ലല്ലോ.
നമ്മൾ എങ്ങനെയാ പറന്നു പോകിയത്? ഇതിപ്പോ ആകാശത്താണല്ലോ. എന്നെ എങ്ങനെയെങ്കിലും താഴേക്ക് ഇറക്കാം. പത്തലു, ഇതിപ്പോ എങ്ങനെയാ താഴോട്ട് ഇറക്കുന്നത്? ഡോക്ടർ ജഡ്ക ഇതെങ്ങനെയാ താഴേക്ക് ഇറക്കുക? നീ അതിനെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കണ്ട എന്റെ ജങ്ക്, എന്റെ ബ്രോ. ബാറ്ററി ഡൗൺ ആകുമ്പോ അത് തനിയെ നിന്നോളൂന്ന്, പിന്നെ അവിടുന്ന് താഴേക്ക് വീണോളൂ. കള്ളന്മാരുടെ വീട്ടിൽ വന്നതാണോ? എന്താ പേടിച്ചു പോയോ പാട്ടുകാരെ? വലിയ ഇംഗ്ലീഷ് പാട്ടുകാരൊക്കെ അല്ലേ നിങ്ങള്? ഞങ്ങൾക്കും ഈ ഇംഗ്ലീഷ് പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാ. പാട് പാട്. ഇവരാണ് റോക്ക് ബാൻഡ് ആൾക്കാര്, ഞങ്ങളല്ല കേട്ടോ. ഞാൻ ഡോഡാണ് ജോർദി ഡോഡ്. പാട്ടൊന്നും പാടാനില്ല കേട്ടോ. ശരി, നീ പാടണ്ട, പക്ഷേ നിനക്ക് ഡാൻസ് ചെയ്യാമല്ലോ. ഞാൻ ഡാൻസ് ഒന്നും കളിക്കാൻ പോകുന്നില്ല, ഒരിക്കലും ഇല്ല. എന്താ